നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൈഡ് ഇൻകം വേണ്ടത്, അതേപോലെ എങ്ങനെയൊക്കെ ടൈപ്പ് സൈഡ് ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ പലപ്പോഴും സൈഡ് ഇൻകം ഉള്ള ആളുകൾക്കും പല സമയങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് സൈഡ് ഇൻകം ഇല്ലാത്ത ആളുകളുടെ പോലും സേവിങ്സ് കയ്യിലുണ്ടാവില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ ഒരു മെയിൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് നോക്കാം. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു 50,000 രൂപയാണ് സാലറി എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒരു 20% ഹൈക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 സാലറി നിങ്ങൾക്ക് ഒരു 60,000 സാലറി എന്ന് വിചാരിക്കാം. നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നിങ്ങൾ ആ 20% ഹൈക്ക് ചിലപ്പോൾ 25% നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോൺ ഉണ്ടാവും, ചിലപ്പോൾ 13 ആയിരിക്കും, നിങ്ങൾ 17 ആക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ ലിവിങ് സ്പേസ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾ ഈ പറയുന്ന സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ 60,000 രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 50,000 കിട്ടിയാൽ എത്തും, ചിലപ്പോൾ 50,000 രൂപ നിങ്ങളുടെ ഫുൾ കോസ്റ്റ് ബാക്കി ഒന്നും നിങ്ങളുടെ ഉണ്ടാവില്ല. 60,000 നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അടുത്ത 12,000 രൂപ നിങ്ങൾ EMI എടുക്കും, അല്ലെങ്കിൽ അതിനുള്ള ചെലവുള്ള വക നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അവസാനം നിങ്ങൾ 50,000 നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിരുന്നോ ആ സെയിം സ്ട്രെസ് നിങ്ങൾക്ക് എന്ത് പറ്റും? 60,000 ഉണ്ടായ സമയത്തും എന്ത് ചെയ്യും? ഉണ്ടാവും. അപ്പൊ നമുക്ക് 2-3 ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ കേസ്, നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക, ഒരു 5-6 മാസം വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 13 ഒരു 17 Pro Max ഇട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സാലറി 10,000 ഇൻക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു, ഓക്കെ, ഒരു 30,000 ഡൗൺ പേയ്മെന്റ് അടിച്ച് കഴിഞ്ഞാൽ 10,000 മന്ത്ലി പേയ്മെന്റിൽ 12 മാസം 1,20,000 നമുക്ക് എന്ത് ചെയ്യാം? 17 Pro Max എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5-6 മാസം വെയിറ്റ് ചെയ്യുക. ഈ 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റിൽ ഇത് തോന്നിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? വാങ്ങാം. സ്റ്റിൽ നിങ്ങൾ ബാഡ് ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു 6 മാസം വെയിറ്റ് ചെയ്താൽ പലരും മൈൻഡ് എന്ത് ചെയ്യാം? മാറിയേക്കാം. അതേപോലെ നിങ്ങളുടെ 20% നിങ്ങൾ ഹൈക്ക് വരുമ്പോൾ 25% നിങ്ങൾ എന്ത് ചെയ്ത് ചെലവാക്കാതെ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ 20% 5% മാത്രം ചെലവാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 50,000 60,000 ഒരു 2,500 നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ബാക്കി 7,500 നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മണി ഗ്രോ ചെയ്യാൻ നിങ്ങൾ വിടുക. അപ്പൊ നിങ്ങൾക്ക് അത് ഭാവിയിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉപകാരപ്പെടാം. നിങ്ങൾ എന്തെങ്കിലും SIP തുടങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് പല ആളുകളെയും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ 2 ലക്ഷം ചിലപ്പോൾ 2 ലക്ഷം ഒറ്റയടിക്ക് സാലറി കയറി വേറെ കമ്പനി കിട്ടി ലെവലിട്ടാവും. അവരെന്ത് ചെയ്യും? അവരെല്ലാം ഒറ്റയടിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും. ബാക്കി EMI ഇട്ട് 50,000 EMI ഇട്ട് എന്ത് ചെയ്യും? ചെയ്യാൻ നോക്കും. കാരണം പല ആളുകളും ബാക്കിയുള്ള അതിന്റെ മെയിൻ ഒരു കാരണം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ വളരെ നോർമലൈസ് ആക്കി വെച്ചേക്കാണ് ഈ പറയുന്ന പുതിയ ഫോൺ എടുക്കുന്നതും പുതിയ കാർ എടുക്കുന്നതും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പുതിയ കാർ എടുക്കാണ്, പുതിയ ബൈക്ക് എടുക്കാണ്, സ്വന്തമായിട്ട് ഫോൺ എടുക്കാണ്. അത് അവന്റെ ഡോക്യുമെന്റ് ആണ്, അവന്റെ അവരുടെ ലൈഫുകളൊക്കെ. ചിലപ്പോൾ അവന്റെ 10% ലൈഫായിരിക്കും കാണിക്കുന്നത്, 10% ഭയങ്കര കളർഫുൾ ആയിരിക്കും. ഈ 10% കളർഫുൾ ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ കാർ വാങ്ങുന്നതിനും ബൈക്ക് വാങ്ങുന്നതിനും ലോഡ് EMI ആ EMI എടുക്കാൻ വേണ്ടി 90% സിറ്റുവേഷൻ അവർ സ്ട്രെസ് അനുഭവിച്ച് പട്ടിപ്പണി എടുക്കായിരിക്കും. നമ്മൾ അതൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വളരെ നോർമലായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഇതേപോലെ കാണിക്കാൻ എന്ത് തോന്നും. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഈ പറയുന്ന ആളുകളെ കാണിക്കുമ്പോൾ കിട്ടുന്ന ഫീലും പേഴ്സണലി നമ്മൾ റിച്ച് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും രണ്ടായിരിക്കും. അതേപോലെ നമ്മൾ ആളുകൾ കാണിക്കാൻ വേണ്ടി ഈ വാങ്ങുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ആ കിട്ടുന്ന ഫീലിംഗ് കുറച്ച് ആൾത്തേക്ക് ഉണ്ടാവുള്ളൂ. കാരണം കുറച്ചാകുമ്പോൾ ഈ ഇതിന്റെയൊക്കെ ഫൈനാൻഷ്യൽ ബർഡൻ നമ്മൾ തലയിട്ട് വരുമ്പോൾ ആ ഫീലൊക്കെ നമുക്ക് അങ്ങനെ മാറി കിട്ടും. ബട്ട് നമ്മൾ ഈ പറയുന്ന കാശുകൾ ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ റിച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈഫിലും നമുക്ക് ആ ഫീലിംഗ് കിട്ടും. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈ പറയുന്ന ഇൻകത്തിനൊക്കെ മുമ്പിൽ എന്ത് ചെയ്യരുത്? ആ റേറ്റ് മുമ്പിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ആയി പോകരുത്. അതേപോലെ ലൈഫ് സ്റ്റൈലിനൊക്കെ ബാക്കിലാവരുത് എന്ത്? നിങ്ങളുടെ ഇൻകം. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഒരുപാട് ടിപ്സ് നമ്മൾ ഇനിയും വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഡു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം.